ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയ വലിയ രീതിയിൽ ചർച്ചയായ ഷോർട്ട് ഫിലിമായിരുന്നു ന്യൂ നോർമൽ. ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് തുറന്നു സംസാരിച്ച സിനിമ ഒരുക്കിയത് മോനിഷ മോഹൻ മേനോൻ ആയിരുന്നു. സംവിധാനത്തിനു പുറമെ ലോകേഷ് കനകരാജിന്റെ നിർമ്മാണത്തിൽ ഈയിടെ തമിഴിൽ റിലീസായ ഫൈറ്റ് ക്ലബ് എന്ന ചിത്രത്തിൽ നായികയായും താരം എത്തിയിരുന്നു. ഇപ്പോഴിതാ തനിക്ക് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണ് മോനിഷ. താനൊരു കടുത്ത മോഹൻലാൽ ആരാധികയാണെന്നും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നത് തന്റെ ഒരേ ഒരു ആഗ്രഹമാണെന്നും മോനിഷ പറയുന്നു. രജനീകാന്തിനെ വെച്ച് കാർത്തിക് സുബ്രാജ് സിനിമ ചെയ്ത പോലെ ആയിരിക്കും അതെന്നും റെഡ് എഫ് നൽകിയ അഭിമുഖത്തിൽ മോനിഷ പറയുകയുണ്ടായി. ലാലേട്ടൻ വേറൊരു മനുഷ്യനാണ്. എന്റെ ഒരേ ഒരു ആഗ്രഹം ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നാണ്. അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ രജനി സാറിനെ വെച്ച് കാർത്തിക് സുബ്രാജ് പടം ചെയ്യുന്ന പോലെ മോഹൻലാൽ സാറിനെ വെച്ച് എനിക്കും ഒരു പടം ചെയ്യണം. മോനിഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മലയാളത്തിലെ നിരവധി പുതുമുഖ സംവിധായകർ ഇതുപോലുള്ള പല വാക്കുകളും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് അൽഫോൺസ് പുത്രൻ തന്നെയായിരുന്നു. അൽഫോൺസ് പുത്രന് മോഹൻലാലിനെ നായകനാക്കി കാർത്തിക് സുബ്രാജ് ഒരുക്കിയ പേട്ട പോലത്തെ ഒരു സിനിമ ഒരുക്കണം എന്നതായിരുന്നു. തന്റെ ഫാൻ ബോയ് ചിത്രമായിരിക്കും അതെന്ന രീതിയിലായിരുന്നു അൽഫോൺസ് പുത്രൻ പറഞ്ഞു വെച്ചത്. ഒരു ഗംഭീര സിനിമ അദ്ദേഹം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതേക്കുറിച്ച് വലിയ രീതിയിലുള്ള പറച്ചിലൊന്നും കേട്ടില്ല. അൽഫോൺസ് പുത്രനാണെങ്കിൽ മറ്റു പല ചിത്രങ്ങളുമായി തമിഴിലേക്കൊക്കെ പോവുകയും ചെയ്തു. എന്നാലും ഇവിടെ നിരവധി യുവ സംവിധായകർ മോഹൻലാലിനെ വെച്ച് സിനിമ ഒരുക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ അടുത്തെത്തുമ്പോൾ ആ കഥയൊന്നും വർക്കൗട്ട് ആകുന്നില്ല എന്നതാണ് ഈ അടുത്തിടയ്ക്ക് കേൾക്കാൻ സാധിച്ചത്. ജൂഡ് ആന്റണി ജോസഫും ടിനു പാപ്പച്ചനും ഒക്കെ നിരവധി കഥകൾ മോഹൻലാലിനോട് പറഞ്ഞെങ്കിലും അതൊന്നും വർക്കായില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മോഹൻലാലിനോട് കഥ പറഞ്ഞ് വലിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണെന്നാണ് ഈ കേൾക്കുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നതും. എന്നാൽ മമ്മൂട്ടിയോട് കഥ പറയുന്നത് അത്ര വലിയ ടാസ്ക് അല്ലെന്നും വ്യക്തമാകുന്നു. കഥയിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ മമ്മൂട്ടി അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അടുത്തിടയ്ക്ക് മമ്മൂട്ടിയോട് ഒരു കഥ പറയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദ്യം വന്നപ്പോൾ കഥയിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ മമ്മൂക്ക അത് ഏറ്റെടുത്തോളും എന്ന രീതിയിലായിരുന്നു പ്രമുഖരുടെ വാക്കുകൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിലും മോഹൻലാലിനെ കൺവിൻസ് ചെയ്യുന്നതിലും വലിയ പാടുള്ള ഒരു ടാസ്ക് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ മോഹൻലാലിനെ പറഞ്ഞു വലിപ്പിക്കാൻ കഴിയുന്ന യുവ സംവിധായകർക്കൊപ്പം മോഹൻലാൽ വർക്ക് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ മോഹൻലാലിനെ വെച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിക്കുമോ എന്നതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അങ്ങനെയൊന്നും നടന്നാൽ അതും ഒരു ഗംഭീരമായിരിക്കും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി ചിത്രം പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. മോനിഷയുടെ ഈ വാക്കുകൾ വലിയ രീതിയിലാണ് ആരാധകരും ഏറ്റെടുത്തത്. മോനിഷ മോഹൻ മേനോന് മോഹൻലാലിനെ വെച്ച് ഒരു ഫാൻ ഗേൾ മോഹൻലാൽ സിനിമ ചെയ്യാൻ സാധിക്കട്ടെ.